അഭിലാഷ് എങ്ങോട്ടാടാ? കടയിലേക്കടാ. എന്തിനാ? ഒരു വീഡിയോ ആക്കാൻ കുറെ നാളായില്ലേ വീഡിയോ ചെയ്തിട്ട്. അതിന് ചെറിയൊരു തട്ടിക്കൂട്ട് ഷേക്ക് ഉണ്ടാക്കിയാലോ? തട്ടിക്കൂട്ടി ഷേക്ക് ഉണ്ടാക്കിട്ട് നീ എന്തിനാ നാട്ടുകാരെ പറ്റിക്കുന്നത്? നാട്ടുകാരെ പറ്റിക്കാനല്ല. ഭയങ്കര സൗണ്ടാ, നീ കുറച്ച് നടക്കാം എന്നിട്ട് പറഞ്ഞാൽ മതി. പറഞ്ഞോ. അപ്പോ നമ്മുടെ എക്യുപ്മെന്റ്സ് ഒന്നുമില്ലല്ലോ, അതായത് മിക്സറില്ല, നമുക്ക് പ്രോപ്പറായിട്ട് വെസലൊന്നുമില്ല. അപ്പൊ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ തൽക്കാലം നമുക്ക് ഇനി തട്ടിക്കൂട്ടിയൊക്കെ എങ്ങനെ ഒരു ഷേക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, കുടിച്ചു കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, നിനക്ക് എന്തെങ്കിലും ഉറപ്പൊക്കെ? ഓക്കെ. ചായ കുടിക്കണ്ട? ചായ വേണ്ട, നീ ആദ്യം ഷേക്ക് ഉണ്ടാക്കിയതാ, എന്നിട്ട് ഞാൻ റിവ്യൂ പറയാം. ഷേക്ക് ശരിയായില്ലെങ്കിൽ ഞാൻ ഡിസ്ലൈക്ക് അടിക്കുവേ. അത് ഉറപ്പാണ്. പഠിച്ചു എല്ലാം വാങ്ങിയോ? ഇൻഗ്രീഡിയൻസ് എല്ലാം ആയോ? ബൂസ്റ്റോ? ഇതിപ്പോ 100 മുകളിലാവല്ലോ തട്ടിക്കൂട്ട് എന്ന് പറഞ്ഞിട്ട്. അല്ല, എങ്ങനെ കൊണ്ടോല്? നീ തന്നെ പിടിക്കണം. വീഡിയോ ഉണ്ടാക്കുന്ന ആൾക്ക് ഇതൊന്നും പറ്റില്ല, ക്യാമറമാനെ പിടിക്കാനൊന്നും പറ്റില്ല. അയ്യോ, എല്ലാം ആയോ? കൈ പിടിക്കണം. ലക്ഷം എല്ലാം വാങ്ങിയോടാ? എല്ലാ സാധനമായോ? എന്തൊക്കെയാ വാങ്ങിയ? ലിസ്റ്റ് ഒന്ന് പറഞ്ഞു തരുമോ? 2 പാക്കറ്റ് ബൂസ്റ്റ്, 4 പഴം, പിന്നെ കടല, കശുവണ്ടി, പിന്നെ കിസ്മിസ്, മുന്തിരി, പിന്നെ തേൻ നോക്കി തേൻ കിട്ടിയില്ല, അതുകൊണ്ട് പഞ്ചസാര വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എനിക്ക് എപ്പോഴും തേൻ എടുക്കാം. പാത്രമൊന്നും ഇല്ലാത്തത് കൊണ്ട് മിനറൽ വാട്ടർ ബോട്ടിൽ കട്ട് ചെയ്തിട്ട് അതിൽ പാലിന് അർപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞതിലെ കിസ്മിസ്, കടല, അണ്ടിപ്പരിപ്പ്, പഴം, ഇച്ചിരി പഞ്ചസാര, ബൂസ്റ്റ് എടുത്തിട്ടുണ്ട് 2 പാക്കറ്റ്. ഓക്കെ, അപ്പോൾ മഗ് എടുക്കും. ഓക്കെ, അപ്പോൾ മഗ്ഗിലേക്ക് ആദ്യമേ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയുടെ പകരം തേൻ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്, കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. പക്ഷേ തേൻ ഇപ്പം പോയി ചോദിച്ചപ്പോൾ കിട്ടിയില്ല. ഇത്ര മതിയാവും, നോക്കാം, പിന്നെ മതിനനുസരിച്ചിടാം. ഓക്കെ, അതിലേക്ക് നമുക്കിത് പഴം ഇട്ട് കൊടുക്കാം. പഴം ചോപ്പ് ചെയ്യാൻ കത്തിയില്ലാത്ത സ്ഥിതിക്ക് സ്പൂൺ കത്തി ചോപ്പ് ചെയ്ത് ഒരപ്പഴം കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, മതി. ഇതിൽ നമുക്ക് നല്ലോണം ഇട്ട് ഉടച്ചെടുക്കാം. അപ്പോൾ അതേ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ കപ്പലണ്ടി മുന്തിരി ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ പോരെ. അങ്ങനെ അത്ര പ്രൊഫഷണൽ ഒന്നുമില്ല. ശരിയാ, തട്ടിക്കൂട്ടാണല്ലോ. തട്ടിക്കൂട്ടുമ്പോൾ നമ്മൾ ആ മൊത്തം അങ്ങോട്ട് കമഴ്ത്തിയിട. ആദേശം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മതിയാ. ഇത് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പം അതിലേക്ക് നമ്മളിത് പാൽ ഒഴിച്ച് കൊടുക്കാണ്. അത് നല്ലൊരു മിക്സ് ചെയ്തിട്ട് പിന്നെ കുറച്ചും കൂടെ ഒഴിക്കാം. അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് ബൂസ്റ്റ് മേളിൽ ഇവിടെയാണ്. ഓഹ്, ബൂസ്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ടും എല്ലാം ഒരേ കളറായിട്ടുണ്ട്. One eternity later. അതെ, നമ്മുടെ തട്ടിക്കൂട്ട് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
നല്ല ടേസ്റ്റ് ഉണ്ട്. ഇച്ചിരി പഴത്തിന്റെ കൂടി പോയി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പഴം മതി, 1.5 പഴമേ ആവശ്യമില്ല. ഇച്ചിരി പഴം കൂടി പോയി പഴനാലുള്ള പഴുത്തില്ലാത്ത കൊണ്ട് ചെറിയൊരു പുളിപ്പുണ്ട്, അത്രേ ഉള്ളൂ. അതർവൈസ് ഇറ്റ്സ് ഗുഡ്. കുറേ നട്ട്സൊക്കെ ഉള്ളതുകൊണ്ട് സെറ്റാണ്. ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല. അപ്പോൾ ഡ്രിങ്ക്ടാ, എൻ്റെ ഒപ്പീനിയൻ പറയടാ. ചോക്ലേറ്റ് ഒന്നുമില്ല. ഓക്കെയാ? എടാ ഇത് കുടിച്ചോണ്ടിരുന്നാ മതിയോ? ഒന്നും വൈൻഡപ്പ് പറയണ്ടേ? സാധനം എല്ലാം കൊള്ളാം, സംഭവമൊക്കെ കൊള്ളതാണ്, അടിപൊളി തന്നെ. വൈൻഡപ്പ് പറയണ്ടേ? ആ ഉറപ്പായിട്ടും. എടാ കൊള്ളാം, സാധനം കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ തട്ടിക്കുട്ടി ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ കഴിച്ച് നോക്കിയിട്ട് എനിക്കും നല്ല അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. ആകാശ് കഴിച്ചിട്ട് അതേപോലെ തന്നെയാണ് പറഞ്ഞത്. അപ്പം എന്തായാലും ഇത് ചെയ്ത് നോക്കാം, വളരെ ഈസിയാണ് ചെയ്ത്. നമുക്ക് വേറെ എക്യുപ്മെന്റ് ആവശ്യമൊന്നുമില്ല. അപ്പം ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുമായിരിക്കും. ഞാൻ അഭിലാഷ്. ബൈ.